പാകിസ്ഥാൻ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്നത് മതത്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ മത ആദർശത്തിന് വേണ്ടിയാണ്. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നവരാണോ? ദെൻ ദിസ് വീഡിയോസ് ഫോർ യു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കലാപത്തിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അത് കാശ്മീർ എന്ന സ്ഥലമാണ്. 1947 പാർട്ടീഷന് ശേഷം മുസ്ലിം മെജോറിറ്റിയുള്ള കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം പാകിസ്ഥാന്റെ ഭാഗം ആവണമായിരുന്നു എന്നാണ് പാകിസ്ഥാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. എന്നാൽ കാശ്മീർ ചൂസ് ചെയ്തത് അല്ലെങ്കിൽ കാശ്മീരിലെ അന്നത്തെ ഭരണാധികാരികൾ ലീഗലി ചൂസ് ചെയ്തത് ഇന്ത്യ എന്ന രാജ്യത്തെയാണ്. ആക്ച്വലി ഇതിനു വേണ്ടിയാണ് ത്രൂ ഔട്ട് അൺടിൽ ദിസ് ഡേ ഇവർ തമ്മിലുള്ള ഈ കലഹങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടീഷന് ശേഷം പാകിസ്ഥാൻ എന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്രീ കൺട്രി ആയിട്ട് മാറി. എന്നാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഒരു സെക്കുലർ സ്റ്റേറ്റ് ആയിട്ട് മാറി. ഇനി ഇതെങ്ങനെ മതവുമായി കലർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പാകിസ്ഥാനി പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ലീഡേഴ്സും മതത്തെ ഈ കാശ്മീർ കലഹവുമായിട്ട് കൂട്ടിക്കലർത്തി എന്നതുകൊണ്ട് തന്നെയാണ്. അവർ ഇത് തികച്ചും ഒരു മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള വാറാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി സമുദായത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണെന്നൊക്കെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ആളുകൾ ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, അവരത് ചെയ്തെന്നും പറഞ്ഞിട്ട് ഒരു സമുദായത്തെ മൊത്തം കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അങ്ങനെയാണെങ്കിൽ ലോകത്ത് എത്രയധികം മുസ്ലിം കൺട്രീസ് വേറെയുമുണ്ട്. അവരെല്ലാവരും തീവ്രവാദികളാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ലെറ്റ് മീ ടെൽ യു ദിസ്. ദ റിയൽ റീസൺ ബിഹൈൻഡ് ദിസ് ഈസ് പൊളിറ്റിക്കൽ കൺട്രോൾ ഓവർ ടെറിട്ടറി. ഇറ്റ്സ് നോട്ട് റിലീജിയൻ ആൻഡ് എവറിബഡി നോസ് ദാറ്റ്.